ഹലോ കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിച്ചൺ പ്രോഡക്റ്റാണ്. ഒരു ആട്ട മിക്സിംഗ് മെഷീൻ അല്ല, ഒരു ചെറിയ പ്ലാസ്റ്റിക് മെഷീൻ. കണ്ടോ, ഇത് ഇലക്ട്രിസിറ്റി അല്ല, ഇത് നമ്മൾ കൈകൊണ്ട് കറക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മേളിലെ ടോപ്പാണ് ഇത്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് രണ്ട് വശത്തും ലോക്കുണ്ട്, ഒരു ചെറിയ ലോക്ക്. അതിൻ്റെ ലോക്കെന്ന് പറയുന്നതിൻ്റെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കയറ്റി വിട്ടാൽ മതി. കണ്ടോ, ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി, ലോക്കായി. ഇതാണ് അതിൻ്റെ ലോക്ക്. ചെറിയ അത് തിരിച്ച് അതിൻ്റെ ഇടയിലേക്ക് കയറ്റുക. ഇവിടെയും അതുപോലെ തന്നെ, അത്രയേ ഉള്ളൂ. പിന്നെ അത് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് പൊടിയിടാം. ഇത് 2 ഗ്ലാസ് പൊടിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ അളക്കുന്നതിനുള്ള, ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അളക്കുന്നതിനുള്ള ചെറിയ കപ്പ്, വെള്ളം അളക്കുന്നതിനുള്ള ചെറിയ കപ്പ്, അതുപോലെ എണ്ണ ഒഴിക്കുന്നതിനുള്ള ചെറിയ സ്പൂണൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. അത് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കപ്പിൽ 2 കപ്പ് ആട്ട അളന്നെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടു. ഇനി അതിൻ്റെ ടോപ്പ് കൊണ്ട് നമുക്ക് അടയ്ക്കാം. ജസ്റ്റ് ആ ചതുരമുള്ള ഭാഗം പുറത്ത്, അവിടെയാണ് അതിനൊരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ ഉറപ്പിക്കേണ്ടത് ആ കാണുന്ന ആ ചതുരമുള്ള ഭാഗത്ത് ആ ഹാൻഡിൽ ഉറപ്പിക്കുക. ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി അവിടെ ഒരു ഹോളുണ്ട്, അതിനകത്തേക്ക് ഞാനിപ്പം 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം ഈ ഹോളിലൂടെ. ഞാനിപ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു സോഫ്റ്റ് ആകാം, ഒരു ഇച്ചിരി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി സ്വല്പം ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആ ഹോളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ഒഴിക്കുന്നത്, എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുന്നത് നമ്മൾക്ക് സോഫ്റ്റായിട്ട്, ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ. എന്നിട്ട് ആ ഉപ്പും എണ്ണയും ആട്ടയും കൂടി ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. ഞാൻ അടച്ചപ്പോൾ ശരിക്കും ലോക്ക് വീണില്ലായിരുന്നു, അതുകൊണ്ട് കറങ്ങുന്നില്ല. ലോക്ക് വീണില്ല എങ്കിൽ അത് കറങ്ങത്തില്ല. അപ്പം ഞാൻ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. ഇപ്പം അതിൻ്റെ ലോക്ക് വീണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ആ എണ്ണയും ഉപ്പും ആട്ടയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം, ഒരു ചെറിയ ചൂടുള്ള വെള്ളം, ഞാൻ 2 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്. നമ്മൾക്കത് മുഴുവൻ ഒഴിക്കണ്ട, കുറേശ്ശേ ഒഴിക്കാം. എന്ന് വെച്ചാൽ ആട്ടയ്ക്ക് വെള്ളം, ചില ആട്ടയ്ക്ക് കൂടുതൽ വെള്ളം വേണം, ചില ആട്ടയ്ക്ക് കുറവ് വെള്ളം മതി. അപ്പോൾ നമ്മൾക്ക് കുറേശ്ശേ ഒഴിക്കാം. കൂടിപ്പോയാലല്ലേ പ്രശ്നമുള്ളൂ, നമുക്ക് കുറേശ്ശേ ഒഴിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്യുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. കൈവേദനയുള്ളവർക്കൊക്കെ നമ്മൾ ആട്ട കൈകൊണ്ട് കുഴക്കണമെങ്കിൽ ഒത്തിരി നേരം വേണം അല്ലേ, നന്നായിട്ട് കുഴക്കണം, എന്നാലേ അത് സോഫ്റ്റ് ആകത്തുള്ളൂ. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കണം ഒരു 3 മിനിറ്റ് മതി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്, ഇത് കുഴച്ചുണ്ടാക്കാനായിട്ട്. നമ്മൾക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമൊന്നുമില്ല. ഇതിനകത്ത് കറക്കി എടുത്തു കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിക്കുകയാണ്. നമുക്ക് ഒഴിക്കുമ്പോൾ അറിയാം ആ ആട്ടയ്ക്ക് എന്തോരം വെള്ളം വേണം എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് എപ്പോഴും കഴുകി ഉണക്കി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ആട്ട എങ്ങനെയൊക്കെ പൊടിക്കുന്നതാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് ഒഴിക്കുമ്പോഴേ അറിയാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി വരുമ്പം നമ്മൾക്കറിയാം അത് പൊടി നന്നായിട്ട് നനവായോ സോഫ്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് ആ കറക്കത്തിൽ നമുക്ക് മനസ്സിലാകും. ഇപ്പം ഏകദേശം അത് സോഫ്റ്റ് ആകുമ്പോൾ ശരിക്കും അത് സോഫ്റ്റ് ആകുമ്പോൾ ആ മിഷ്യത്തിൽ നിന്ന് പൊടി നന്നായിട്ട് ഉരുണ്ട് കൂടി വരും. മിഷ്യത്തിൽ ഒട്ടും ഉണ്ടാകത്തില്ല ആ കറക്കുന്ന ആ മിഷ്യത്തിൽ. കണ്ടോ, അത് ഞാൻ മാറ്റി വെച്ചു.
ഇപ്പം നന്നായിട്ട് അത് മിക്സായി സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും കൈ കൊണ്ട് അതെല്ലാം കൂടി വിതറിക്കിടക്കുന്ന പൊടികളെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് കുഴച്ച് വയ്ക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞു. നമ്മൾ കൈ കൊണ്ടാണെങ്കിൽ നമ്മൾ എത്ര നേരം കുഴയ്ക്കണം? ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഞാനത് ഉരുട്ടി 6 ഇച്ചിരി വലുതായിട്ടാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത്. 6 ഉണ്ടയുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 10 എണ്ണം ഉണ്ടാക്കാം. ചെറുതായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കൊരു 10 ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ 6 ചപ്പാത്തിയായിട്ട് ഞാനത് വലുതാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഞാനത് ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. എനിക്ക് ശരിക്കും നല്ല വശമൊന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്, എന്നാലും ഞാൻ ഉണ്ടാക്കുകയാണ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാകും ഞാൻ ഇതുകൊണ്ട് റോൾ ചെയ്യുമ്പോൾ. പക്ഷേ ഇതിന് ചപ്പാത്തിക്ക് പലവയ്ക്ക് പറ്റിയ റോളുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം ഈ PVC പൈപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ്. അതുകൊണ്ട് നമ്മൾക്ക് പരത്തിയാൽ നല്ല ഈസിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. നല്ല എളുപ്പമാണ് അതുകൊണ്ട് പരത്താനായിട്ട്. മറ്റേതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ലതെന്ന്. നമ്മളുടെ പൊടി നല്ല സോഫ്റ്റായി. നമുക്ക് പരത്തി എടുത്താൽ മതി. കണ്ടോ, ഞാനുണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പൊന്നും വരത്തില്ല. എന്നാലും നല്ല കുഴ നല്ലതാണെങ്കിൽ എപ്പോഴും കുഴയിലാണ് ചപ്പാത്തിയുടെ ആ സോഫ്റ്റ് ഇരിക്കുന്നത്. സോഫ്റ്റ് ആകണമെങ്കിൽ നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഇതിപ്പോൾ ഇതിനകത്തായത് കാരണം നമ്മൾക്ക് അത്രയും പാടില്ല. ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചപ്പാത്തി റെഡിയാകും. ജോലിക്ക് പോകേണ്ടവർക്കും അതുപോലെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി